അള്ളാഹു പുറത്തു തരുമല്ലോ എന്ന വിചാരത്തോടു കൂടി മനഃപൂർവ്വം ഒരാൾ തെറ്റ് ചെയ്യുക. ആ സംഭവം ഒരാളിൽ വന്നാൽ അയാളുടെ ഹൃദയത്തിൽ പുഴുക്കളങ്ങ് കയറും. എല്ലാ തമ്മാടിത്തും അയാളുടെ ഹൃദയത്തിൽ അങ്ങ് സമ്മേളിക്കും. പുതിയ കാലത്ത് ചില പിള്ളേരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ല റഹ്മാനല്ലേ, അല്ല റഹീമല്ലേ, 100 ആളെ കൊന്നൊക്കെ അല്ല പുറത്തു കൊടുത്തിട്ടില്ലേ. ലിബറലിസം എവിടെയൊക്കെ കയറി നോക്കി നിങ്ങൾ, എവിടെയൊക്കെയാണ് നമ്മളിൽ രോഗങ്ങൾ കയറി വന്നത് നോക്കി. അല്ല എനിക്ക് പുറത്തു തരുമല്ലോ എന്ന പ്രതീക്ഷയോടെ തെറ്റ് ചെയ്യുന്ന രോഗം ഒരാൾക്ക് വന്നാൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ കിതാബിൽ പറയുന്നുണ്ട്, അൽ കശ്ഫ് വത്തബീൻ ഫീ ഖുററിൽ ഖൽഖി അജ്മഈൻ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഗസാലി ഇമാം റഹിമഹുല്ലാഹ് ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ ഒറിജിനൽ പേര് അസ്നാഫുൽ മഗ്റൂറീൻ, ചതിക്കപ്പെട്ടവരെ കുറിച്ചാണ് ആ കിതാബ്. അതിൽ പറയുന്നുണ്ട് ചില മോമിനിയങ്ങൾ പെട്ടുപോയ ഒരു ചതി. ആരുടെ ചതി? ഇബ്ലീസിന്റെ ചതി. എന്താ ചതി? അല്ലാ റഹ്മാനല്ലേ, അല്ലാ ഗഫൂറല്ലേ, അല്ലാ പുറത്തേരൂലേ. ഈ ഉസ്താദ് ഇത്ര സ്ട്രോങ് ആവണത് അല്ലാ പുറത്തേരൂലേ, ഞാനെന്തിനാ പിടിക്കണത് എന്നവർക്ക് ഇബ്ലീസ് ഇങ്ങനെ ഇട്ടോളൂ. ഇബ്ലീസ് എപ്പോഴും മനുഷ്യനെ പറ്റിക്കുന്ന സമയത്ത് നല്ല വിചാരങ്ങളെ ഇട്ടുകൊടുക്കുള്ളൂ. അത് നല്ലതാണെന്ന് നമുക്ക് തോന്നി വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, അത് നമ്മളെ നേരെ പരാജയത്തിലേക്ക് എത്തിക്കാനാണ് ഇബ്ലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുക.